ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ഇത് അനിസ്ലാമികമല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ ഉത്തരം കൊടുത്തതെന്ന് കേട്ടോളൂ. സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അത് സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യൽ അനിസ്ലാമികമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ വുദൂ ആവശ്യമാണ്. അതിനാൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ അത് സുജൂദാകുന്നില്ല. ഇത് വുദൂടുക്കാത്ത പരിപാടിയായതുകൊണ്ട് കുഴപ്പമില്ലാന്നാ ഉത്തരം കൊടുത്തത്. കണ്ടില്ലേ, ഈ ഔലിയാക്കന്മാരുടെ മക്ബറക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ടില്ലേ? നോക്കൂ നിങ്ങൾ, ജാറങ്ങളിൽ പോയി തൊപ്പിയിട്ട മാപ്പിളമാര് സുജൂദ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും നടക്കുന്ന സുജൂദാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇസ്ലാമികമാണോ? ഈ രംഗം കാണുന്ന, ഈ ദൃശ്യം കാണുന്ന എന്റെ ഉമ്മപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ നിലക്കുള്ള ഒരു വണക്കം, ഒരു സുജൂദ് റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടോ? ഈ കിതാബിലാ ഉള്ളത്. നിങ്ങളൊന്ന് നോക്കണേ, ആ ഇബാറത്ത് നിങ്ങളൊന്ന് നോക്കണേ, ആ ഇബാറത്ത് നോക്കണേ. അത്രയും നീല മഷിയിൽ പോയിട്ട് ഇടയ്ക്കെന്തേ ഒരു ചോപ്പ് വന്നത്? ഒന്നോടെ മോനെ ആ ക്ലിപ്പൊന്ന് ഇട്ടെ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ട, ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കണേ. പ്രത്യേകം വൻവെട്ടിപ്പ് അല്ല, മുഴുവൻ ഇമാമിയങ്ങളും ബഹുമാനപ്പെട്ട തഫ്സീർ റാസി അടക്കമുള്ള, തഫ്സീർ ഖുർത്തുബി അടക്കമുള്ള തഫ്സീറുകളിൽ കാണാൻ കഴിയും. അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന ദാലിക സുജൂദ ലൈസ സുജൂദ ഇബാദത്തിൻ, അതൊരു ആരാധനയുടെ സുജൂദ് അല്ല. പിന്നെയോ തഖറുമത്തിൻ, അത് ആദരവിന്റെ സുജൂദാണ്. വകാന സുജൂദുൽ മലായികത്തി ലി ആദമ തഖറുമത്തൻ ലി ആദമ, ആദം നബിയെ ആദരിച്ചതിന്റെ പേരിൽ ആദരവിന്റെ സുജൂദാണത്. ലാ ഇബാദത്തൻ, ആരാധനയുടെ സുജൂദ് അല്ല. തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുന്നു. തഫ്സീർ റാസിയിൽ പറയുന്നു, വകാന സുജൂദുൽ മലായികത്തി ലി ആദമ തഖറുമത്തൻ ലി ആദമ. എന്നിട്ട് രണ്ടാമത് അദ്ദേഹം വായിക്കുന്നത് ആദം നബിയെ ആദരിച്ചതിന്റെ പേരിൽ ആദരവിന്റെ സുജൂദാണത്. ലാ ഇബാദത്തൻ, ആരാധനയുടെ സുജൂദ് അല്ല. തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുന്നു. തഫ്സീർ തബരിയിൽ അദ്ദേഹം സുജൂദിനെ കുറിച്ച് പറഞ്ഞ ആ ഇബാറത്ത് മറ്റേത് അദ്ദേഹം വായിച്ചത് നിങ്ങൾ അതിനകത്ത് കാണാം. വകാന സുജൂദുൽ മലായികത്തി ലി ആദമ തഖറുമത്തൻ ലി ആദമ. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് തഅത്തൻ ലില്ലാഹ് വിട്ടുപോയോ? അതോ ചിന്നക്കട ഇമാമിനെ പേടിച്ച് കളഞ്ഞതാണോ? അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ഒഴിവാക്കിയതാണോ? തഅത്തൻ ലില്ലാഹ് എന്ന് പറഞ്ഞു പോയാൽ ചിന്നക്കട ഇമാമിന്റെ പ്രസംഗം അനുകൂലമായി പോകും. പക്ഷേ ജനങ്ങളിൽ നിന്ന് കയ്യടി വാങ്ങാൻ തഫ്സീറിൽ വെട്ടിപ്പ് കാണിച്ചത് ആരാണ്? അവരാണോ മൻ ഫസ്സറൽ ഖുർആന ബിറൈഹി, ഖുർആൻ സ്വന്തം ബുദ്ധി കൊണ്ട് തഫ്സീറാക്കി വ്യാഖ്യാനിച്ചവൻ. ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത അല്ലാഹുവാകുക. അവന്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശക്കാരനും ശുപാർശ നടത്തുന്നതല്ല. അവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ